ഹായ് ഗോസ് എന്ന് പറയുന്ന സീരീസിന്റെ 19ാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ 19ാമത്തെ എപ്പിസോഡ് മുതൽ തുടങ്ങാൻ വേറൊരു കാരണം കൂടി, അതായത് ബാക്കി എപ്പിസോഡൊക്കെ പ്ലോട്ട് ട്വിസ്റ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി കണ്ടാൽ മതി. ഞാൻ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യും. സമയം കളയാതെ നേരെ നമുക്ക് എപ്പിസോഡിലോട്ട് അടക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഷോപ്പിൽ വർക്ക് ചെയ്തിരുന്ന ലോക്ക് അവിടെ വരുന്ന കുട്ടിക്ക് മൗസ് ട്രാപ്പ് എന്ന് പറയുന്ന ഗെയിമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. താനും തന്റെ സഹോദരനും ചെറുപ്പത്തിൽ ഈ ഗെയിം കളിക്കുമായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴാണ് അവിടെ ഒരു സ്ത്രീ വന്ന് ലോക്കിനെ നോക്കി നിൽക്കുന്നത്. അത് കണ്ട ലോക്ക് ആ സ്ത്രീയുടെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് എന്തെങ്കിലും വേണോ മേഡം എന്ന് അവർ അവിടെ എടുത്തു നിൽക്കുന്ന ഫുട്ബോളിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി പോകുന്നു. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ട് ചെയ്യുമ്പോൾ കാട്ടിൽ ലോക്ക് ആവട്ടെ ആ ഹാച്ചിന് മുകളിലെ മണ്ണ് മൊത്തം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ബൂണ് വന്ന് ചോദിക്കുന്നത് തനിക്ക് വല്ല സഹായം വല്ലതും വേണോ എന്ന്. അപ്പോൾ ലോക്ക് പറയുന്നു അതിന് മുകളിലുള്ള ആ ചില്ല് പൊട്ടിക്കാനായി തന്നെ സഹായിക്കുമോ എന്ന്. അങ്ങനെ അവർ ആ ചില്ല് പൊട്ടിക്കാനായി ഒരു മെഷീൻ തന്നെ ഉണ്ടാക്കുന്നു. അങ്ങനെ ലോക്കും ബൂണും കൂടി ആ മെഷീൻ നല്ല രീതിക്ക് തന്നെ വലിച്ച് ആ ഒരു ഹാച്ചിന് മുകളിലെ ഗ്ലാസ് പൊട്ടിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആവട്ടെ അവർ ഉണ്ടാക്കിയ മെഷീൻ പൊട്ടുക അല്ലാണ്ട് ആ ഒരു ഗ്ലാസ്സിന് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഈ സമയമാണ് ബൂൺ ഒരു കാര്യം പറയുന്നത്, അതായത് ലോക്കിന്റെ കാലിലേക്ക് ആ ഒരു മെഷീനിന്റെ ഒരു പാർട്ട് തളച്ചു കയറിയിട്ടുണ്ട്. ലോക്ക് ആവട്ടെ കൂളായി ആ ഒരു കമ്പി വലിച്ചെടുക്കുന്നു. ഇതേ സമയം ലോക്ക് ആവട്ടെ തന്റെ കാലിലോട്ട് അത്രയും വലിയ കമ്പി തറച്ചു കയറി താൻ അത് അറിഞ്ഞല്ലോ എന്ന് നോക്കി നിൽക്കുകയാണ്. പിന്നീട് രാത്രി ആ കാലിലെ മുറിവിലേക്ക് തുണി വലിച്ചു കെട്ടുകയാണ് ലോക്ക്. ഒപ്പം ഒരു സേഫ്റ്റി പിൻ എടുത്ത് തന്റെ കാലിലേക്ക് കുത്തി നോക്കുന്നു. ലോക്കിനാവട്ടെ ആ സേഫ്റ്റി പിന്ന് കുത്തുന്ന വേന പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. പിറ്റേ ദിവസം ലോക്ക് ആ ഹാച്ചിന് മുകളിലെ ഗ്ലാസ് പൊട്ടിക്കാനായി ഒന്നും കൂടി ആ മെഷീൻ ഉണ്ടാക്കാൻ ശ്രമം തുടങ്ങുന്നു. അപ്പോഴാണ് ബൂണ് പറയുന്നത് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ബൂണിനോട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ഈ ദ്വീപ് തന്നെ പറഞ്ഞു തരുമെന്ന് ലോക്ക് പറയുന്നു. പിന്നെയും ലോക്കിന്റെ ഫ്ലാഷ് ബാക്കിലോട്ട് ഷോപ്പിലെ ജോലി കഴിഞ്ഞ് കാറിനരികിലേക്ക് ലോക്ക് വരുന്നു. അപ്പോഴാണ് ലോക്ക് മുൻപ് ഷോപ്പിൽ കണ്ട സ്ത്രീയെ വീണ്ടും കാണുന്നത്. ലോക്ക് കണ്ടെന്നറിഞ്ഞ ആ സ്ത്രീ അവിടെ നിന്നും മാറുന്നു. എപ്രാളത്തിൽ അവരെ പിന്തുടർന്ന ലോക്കിനെ ഒരു കാർ ഇടിച്ചു. അതൊന്നും കാര്യമാക്കാതെ പിന്നെയും ആ സ്ത്രീയെ പിന്തുടരുന്നു. അങ്ങനെ അവരെ തടഞ്ഞു നിർത്തി ചോദിക്കും, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുകയാണോ? ആരാണ് നിങ്ങൾ? എന്തിനാണ് എന്നെ ഫോളോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും. ഞാനാണ് നിന്റെ അമ്മ എന്ന് അവരുടെ മറുപടി കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ലോക്ക്. ശേഷം ഒരു കോഫി ഷോപ്പിൽ ഇരുന്ന് സംസാരിക്കുകയാണ് ലോക്കും ആ സ്ത്രീയും. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സ്ത്രീ ഒരു കാര്യം പറയുന്നത്. ലോക്കിന് അച്ഛനില്ല എന്നും താൻ കൃത്രിമ ഗർഭത്തിലൂടെയാണ് നീ വളർന്നത് എന്നൊക്കെ പറയും. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാകുമ്പോൾ സണ്ണിന്റെ തോട്ടമാണ് കാണിക്കുന്നത്. ഇതേ സമയം സോയർ 2 ഇലകളുമായി സണ്ണിന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് പറയുന്നു തനിക്ക് തലവേദനയ്ക്ക് ഒരു മാറ്റവും ഇല്ല. ഈ സമയം സോയറിന്റെ അടുത്തേക്ക് വന്നിട്ട് കേറ്റ് കാര്യം അന്വേഷിക്കും. സോയർ ഒന്നും പറയാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അപ്പോൾ കേറ്റ് സണ്ണിനോട് കാര്യം അന്വേഷിക്കുന്നു. അപ്പോഴാണ് സണ്ണ് പറയുന്നത് സോയറിന് നല്ല രീതിക്ക് തന്നെ തലവേദന ഉണ്ട്, ബട്ട് അവന് പറ്റിയ മരുന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇക്കാര്യം കേട്ട കേറ്റ് ഗുഹയിൽ ചെന്ന് ജാക്കിനോട് ഈ കാര്യം പറയുന്നു. ജാക്കിനാവട്ടെ പരിശോധിക്കാണ്ട് ഇത് ഏതാ രോഗം എന്ന് തിരിച്ചറിയാൻ കഴിയത്തില്ല. സോയർ ആയതുകൊണ്ട് തന്നെ ജാക്കിന് അവനെ പരിശോധിക്കാൻ തീരെ തന്നെ താല്പര്യമില്ല. ഇതേ സമയം കാടിന്റെ മറ്റൊരു ഭാഗത്ത് ലോക്ക് ഹാച്ചിന്റെ മുകളിലെ ഗ്ലാസ് പൊട്ടിക്കാനുള്ള പരിശ്രമത്തിലാണ്. ഈ സമയം ബൂണാവട്ടെ നേരെ വൈകിയാണ് ആ ഒരു ഭാഗത്തോട്ട് വരുന്നത്. ആ ഒരു കാര്യം ലോക്ക് ചോദിക്കുമ്പോൾ ബൂണാവട്ടെ ലോക്കിനെ നല്ല രീതിക്ക് കളിയാക്കുന്നു. നമുക്ക് ഈ ഹാച്ച് തുറക്കാനൊന്നും കഴിയില്ല, ഇത് വളരെയധികം കഠിനമാണ്. അപ്പോൾ ലോക്ക് പറയുന്നു നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി ഈ ദ്വീപ് തന്നെ നമുക്ക് കാണിച്ചു തരുമെന്ന്. ഈ സമയമാണ് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടൊരു കാര്യം സംഭവിക്കുന്നത്. ആകാശത്തിന് മുകളിലൂടെ കറക്റ്റ് ഒരു പ്ലെയിൻ ക്രാഷ് ആയിട്ട് വീഴുന്നത് നമ്മുടെ ലോക്ക് കാണും. ഈ സമയം ലോക്ക് ബൂണിനോട് ചോദിക്കുമ്പോൾ ബൂണാവട്ടെ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്നു. അവനാവട്ടെ ആവർത്തിച്ച് പിടിച്ചു കയറി ഉരുണ്ട് വീണു എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്ന് അവിടെ തന്റെ അമ്മയാണെന്ന് പറയുന്ന സ്ത്രീ പ്രത്യക്ഷപ്പെടുന്നു. ആ സ്ത്രീ ആവട്ടെ ആ വിമാനം തകർന്ന് വീണ ഭാഗത്തേക്ക് ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നു. പെട്ടെന്നാവട്ടെ ലോക്ക് വീണ്ടും വീൽ ചെയറിലാവുന്നതായിട്ട് ഹാലൂസിനേറ്റ് ചെയ്യുന്നു. പെട്ടെന്നാണ് ലോക്ക് സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. അതായത് ഇത്രയും നേരം കണ്ടത് ഒരു സ്വപ്നമായിരുന്നു. ആ ദ്വീപ് അവന് കാണിച്ചു കൊടുത്താണ് ആ ഒരു ഭാഗത്ത് പ്ലെയിൻ വന്ന് ക്രാഷ് ആയിട്ടുണ്ട്. ലോക്ക് ഒട്ടും സമയം കളയാതെ തന്നെ ബ്രൂണിനെയും കൂട്ടി ആ പ്ലെയിൻ ക്രാഷ് ആയി എന്ന് സ്വപ്നം കണ്ട ആ സ്ഥലത്തേക്ക് തന്നെ പോകുന്നു. പെട്ടെന്ന് വീണ്ടും ലോക്കിന്റെ ഫ്ലാഷ് ബാക്കിലോട്ട് ലോക്ക് തന്നെ മാതാപിതാക്കളെ കണ്ടുപിടിക്കാനായി ഫ്രണ്ട്ലി എന്നൊരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററെ ഏർപ്പാടാക്കുന്നു. അങ്ങനെ DNA റിപ്പോർട്ട് പരിശോധിക്കുന്നതിലൂടെ ആ സ്ത്രീ തന്റെ അമ്മയാണെന്ന് തിരിച്ചറിയുന്നു. മാത്രമല്ല ലോക്കിന്റെ അമ്മ ഒരു മാനസിക രോഗിയാണെന്നും പല തവണ മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട് എന്നും പറയുന്നു. ഒരുപക്ഷെ തന്റെ അച്ഛന് ഇങ്ങനൊരു മകനുള്ള കാര്യം പോലും തിരിച്ചറിയാൻ കഴിയില്ല. ഇപ്പോൾ പോയി കണ്ട് താൻ അയാളുടെ മകനാണെന്ന് പറഞ്ഞാൽ അയാളുടെ പ്രതികരണം എങ്ങനെയാകുമെന്ന് അറിയില്ലെങ്കിലും ലോക്ക് തന്റെ കാറുമായി അച്ഛനെ കാണാൻ പോകുന്നു. അങ്ങനെ ലോക്ക് തന്റെ അച്ഛന്റെ
വീടിന്റെ മുന്നിലോട്ട് എത്തുന്നു. അവിടെയുള്ള സെക്യൂരിറ്റി കാരനോട് പറയുന്നു ആന്റണി കൂപ്പറിന്റെ മകനാണെന്നും തന്റെ പേര് ജോൺ ലോക്ക് ആണെന്നും അമ്മ എമിലി ആണെന്നും ഒക്കെ പറയുന്നു. ഈ കാര്യം സെക്യൂരിറ്റിക്കാരൻ ലോക്കിന്റെ അച്ഛനോട് വിളിച്ചു പറയും. അപ്പോൾ ലോക്കിന്റെ അച്ഛനാവട്ടെ അകത്തേക്ക് കയറാനായി സമ്മതം നൽകുന്നു. ലോക്കാവട്ടെ ഒരു അന്യനോട് സംസാരിക്കുന്നത് പോലെ നോർമലായിട്ട് താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് നോർമലായി സംസാരിക്കുന്നു. കാരണം വെച്ചാൽ ഇവന്റെ അച്ഛനെ ഇവ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എന്നിട്ട് ചോദിക്കുന്നു തന്നെ എന്തിനാ ഉപേക്ഷിച്ചത് എന്ന്. അപ്പോഴാണ് ലോക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അവന്റെ അമ്മ എമിലി ലോക്കിനെ പ്രസവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയായി. പിന്നീട് ഒരു വർഷം കഴിഞ്ഞ് എമിലി മകനെ ദത്ത് നൽകാമെന്ന് പറഞ്ഞ് പണം ചോദിച്ചു വരികയുണ്ടായിരുന്നു. അങ്ങനെ അവർ ആ സംസാരം അവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കുന്നു. എന്നിട്ട് ലോക്ക് ഒരു വേട്ടക്കാരനായതുകൊണ്ട് തന്നെ വരുന്ന സൺഡേ നമുക്ക് വേട്ടയാടാൻ പോവാ എന്ന് ഉറപ്പ് നൽകുന്നു. അവിടെ സീൻ കട്ടായി കാടിനുള്ളിൽ ചെന്ന് ബൂണുമായി സംസാരിക്കുന്ന ലോക്കിനെയാണ് കാണിക്കുന്നത്. ലോക്ക് താൻ കണ്ട സ്വപ്നത്തെ കുറിച്ച് ബൂണിനോട് പറഞ്ഞു കൊടുക്കുന്നു. ആ ക്രാഷ് ആയ ഭാഗത്ത് നമുക്ക് ഹാച്ച് തുറക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല എന്ന് ബൂണിനോട് പറയുന്നു. ലോക്ക് ബൂണിനോട് ചോദിക്കുന്നു സ്വപ്നത്തിൽ നീ എന്തോ തെരസെ എന്തെന്നോ പറയുന്നത് കേട്ടു, അതെന്താണെന്ന് ചോദിക്കുന്നു. ഇതേ സമയം ബീച്ചിൽ ജിന്നും മൈക്കിളും ബോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ അടുത്തേക്കാണ് നമ്മുടെ ജാക്ക് വരുന്നത്. മൈക്കിളാവട്ടെ ജിന്നാണെങ്കിൽ പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല, ജിന്നിനാണെങ്കിൽ മൈക്കിൾ പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ജാക്ക് ചോദിക്കുന്നത് നീ എന്താ വല്ല കൊറിയൻ പഠിച്ചോ എന്ന് മൈക്കിളിനോട് ചോദിക്കുന്നു. അപ്പോഴാണ് മൈക്ക് പറയുന്നത് 2-3 വാക്കൊക്കെ പഠിച്ചിട്ടുള്ളൂ എന്ന്. ഈ സമയം അങ്ങ് ദൂരെ സോയർ ആവട്ടെ ഒരു കർച്ചിപ്പും എടുത്ത് തലവേദന മാറ്റാനായി നോക്കുന്നു. അവന്റെ അടുത്തേക്കാണ് ജാക്ക് വന്നിട്ട് അവനോട് പരിശോധിച്ചോട്ടെ എന്ന് ചോദിക്കുന്നത്. സോയർ പറയുന്നു തന്റെ അങ്കിളിന് ട്യൂമർ വന്നാണ് മരിച്ചത്, ഇനി അങ്ങനെ വല്ലപ്പോഴാണ് ജാക്ക് പറയുന്നത് നീ അതൊന്നും കേട്ട് വിഷമിക്കേണ്ട, കാര്യം എന്ന് വെച്ചാൽ ഈ ട്യൂമർ ഉള്ളവർക്ക് വല്ല മണം തോന്നും, അതായത് ഒരു കരിഞ്ഞ പോലത്തെ ഒരു മണം തോന്നും. അങ്ങനെ തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ ട്യൂമർ ആയ. ഈ സമയം സോയർ ആണെങ്കിൽ ഒരു വലിഞ്ഞ കോമഡി അടിക്കുന്നുണ്ട്, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ജാക്ക് അത് കേട്ട് ചിരിച്ചു. സോയർ ആവട്ടെ അങ്ങനെ വല്ല കരിഞ്ഞോ വല്ല മണവും കിട്ടുന്നുണ്ടോ എന്ന് സ്മെല് ചെയ്ത് നോക്കുകയാണ്. ഇതേ സമയം കാടിൽ ബൂണാവട്ടെ തെരസെ എന്ന് കാര്യം ഒട്ടണ്ട് പറയുന്നില്ല. താൻ വല്ല സ്വപ്നത്തിൽ പിച്ചും പേയും അങ്ങനെ വല്ലതും പറഞ്ഞതാവാനാണ് ചാൻസ് എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ലോക്കാവട്ടെ അതിന് സമ്മതിക്കുന്നുമില്ല. അങ്ങനെ വാക്ക് തർക്കത്തിനിടയിൽ നമ്മുടെ ലോക്കാവട്ടെ കാല് തളർന്ന് നിലത്തേക്ക് വീഴുകയാണ്. നിങ്ങളുടെ കാലിന് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന ബൂണിനോടാവട്ടെ ഇല്ല ഒന്നും സംഭവിച്ചിട്ടില്ല, അതൊക്കെ എന്തോ ആണ്, ഓക്കെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് വിട്ടെന്ന് പറയും. അങ്ങനെ ലോക്കാവട്ടെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. ആ വീയാത്ത കാലം ഉപയോഗിച്ച് എങ്ങനെയൊക്കെ നടന്നു പോകും. അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മരത്തിന്റെ സൈഡിലായിട്ട് ഒരു ക്രിസ്ത്യൻ മാല കിട്ടുന്നു. തുടരെ ലോക്ക് ഒരു സാധനം പിടിച്ച് വലിച്ച സമയത്ത് ഒരു ശവം താഴോട്ട് വീഴുന്നുണ്ട്. അപ്പോഴാണ് ലോക്ക് പറയുന്നത് വല്ല ക്യാമ്പിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട് ആള് വന്നതാവാമെന്ന്. അങ്ങനെ പിന്നെയും ലോക്കിന്റെ ഫ്ലാഷ് ബാക്കിലോട്ട് പോകും. എല്ലാ ദിവസവും തന്റെ അച്ഛനെ സന്ദർശിക്കാൻ വരുന്നത് കൊണ്ട് തന്നെ ആ വീടിന് മുൻപിലുള്ള സെക്യൂരിറ്റിക്കാരനുമായി പരിചയപ്പെടുന്നു. അങ്ങനെ ലോക്ക് വീടിനുള്ളിലോട്ട് കയറി ചെല്ലുമ്പോഴാണ് തന്റെ അച്ഛന് ഡയാലിസിസ് ചെയ്യുന്നത് കാണുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് തന്റെ അച്ഛന്റെ കിഡ്നി 2 ഫെയിലിയർ ആണ്. നാളെ തന്നെ കിഡ്നി വല്ല മാറ്റി വെച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഈ പാവമായവർക്കൊക്കെ 6 കിഡ്നി തരാനാ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ലോക്കാവട്ടെ തന്റെ കിഡ്നി നൽകാമെന്ന് സമ്മതിക്കും. കാട്ടിൽ നിന്ന് കണ്ടെത്തിയ ആ ഒരു ശവം ഒരു പ്രീസ്റ്റിന്റെയാണ് എന്ന് ലോക്ക് തിരിച്ചറിയുന്നു. ആ പ്രീസ്റ്റിന്റെ വസ്ത്രം പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് കുറഞ്ഞത് 5-10 വർഷമായി ഈ ഒരു ശവം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് എന്ന്. ലോക്കാവട്ടെ ആ അസ്ഥികൂടത്തിൽ നിന്ന് കുറച്ച് പണം കണ്ടെത്തുന്നുണ്ട്. ചോദിക്കുന്നു ഇത് ഏതാ പണം എന്ന്. ഈ പണമാവട്ടെ നൈജീരിയത്തെ പണമാണ് എന്ന് ലോക്ക് പറയുന്നു. പണം മാത്രമല്ല ഒരു കിടിലൻ തോക്ക് തന്നെ അയാളുടെ കീശയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതേ സമയം ബീച്ചിൽ തന്റെ തലവേദന സഹിക്കാതെ ഒരു തുണി നനച്ച് കണ്ണിലോട്ട് വെക്കുകയാണ് സോയർ. അങ്ങനെ ജാക്ക് സോയറിനെ പിന്നെയും പരിശോധിക്കുകയാണ്. ആ സമയം ജാക്ക് ആവട്ടെ തന്റെ പഴയ ഇരുണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അതാവട്ടെ നമ്മുടെ സോയറിനായിട്ട് ഒട്ടും പിടിച്ചില്ല. അവൻ അവിടെ നിന്ന് ദേഷ്യം പിടിച്ചിറങ്ങി പോകും. ജാക്ക് ആവട്ടെ കേറ്റിനോട് പറയുന്നു അവന്റെ തലവേദനയ്ക്ക് ഗ്ലാസ് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെയും ആ തലവേദന കൂടുമെന്ന് പറയുന്നു. ഇതേ സമയം ബൂണും ലോക്കും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോക്ക് വീണ്ടും കാൽ നിശ്ചലമായി താഴോട്ട് വീഴുന്നു. അപ്പോഴാണ് ബൂണ് പറയുന്നത് നമുക്ക് നേരെ ഗുഹയിൽ ചെന്ന് ജാക്കിനടുത്ത് കാണിച്ചു നോക്കാം, ഇല്ലാതെ നമുക്ക് നടക്കാൻ കഴിയില്ല എന്ന്. ലോക്കാവട്ടെ ഒട്ടും സംഭവിക്കുന്നില്ല. ജാക്കിനടുത്തും ആർക്കും ഇത് കാണിച്ചു കൊടുക്കാണ്ട് ഈ രോഗത്തെ കുറിച്ച് വേറെ ആർക്കും ഒന്നും മനസ്സിലാവാൻ കഴിയില്ല എന്ന്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിമാനത്തിൽ കയറുന്നത് വരെ വീൽ ചെയറിലായിരുന്നു. ഈ ഒരു ക്രാഷിന് ശേഷം എനിക്ക് കാലിന് പിന്നെയും ചലനം ലഭിച്ചു. അതാണ് ഞാൻ ഈ പറയുന്നത് ഈ ദ്വീപ് വളരെ സ്പെഷ്യലാണ് എന്റെ കാര്യത്തിൽ എന്ന്. ബൂണ് ലോക്കിനെയും ഏറ്റിപ്പിടിച്ച് അവരുടെ യാത്ര പിന്നെയും തുടങ്ങുകയാണ്. ലോക്കും ബൂണും കൂടി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താവട്ടെ ലോക്ക് പിന്നെയും തന്റെ കാലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴോട്ട് വീഴുന്നു. ഈ സമയമാണ് ബൂൺ ഒരു കാര്യം പറയുന്നത്. തെരസെ എന്ന് പറയുന്നത് തന്റെ ആയയാണ് എന്ന്. അതായത് തന്റെ അമ്മ ജോലിക്ക് പുറത്തു പോകുന്ന സമയത്ത് ഈ ആയയുടെ കയ്യിലാണ് ഏൽപ്പിക്കാറ് എന്ന് പറയുന്നു. ഒരു ദിവസം കോണിപ്പടിയിൽ നിന്ന് താഴോട്ട്
താഴോട്ട് വീണ് മരിക്കുകയാണ് ഉണ്ടായിരുന്നത്. അന്ന് ബൂണിനാട്ടെ വെറും 6 വയസ്സായിരുന്നു. ഈ കാര്യം കേട്ട് ലോക്ക് ചിരിക്കുകയാണ്. അപ്പോഴായിട്ട് അവന് ദേഷ്യം പിടിച്ച് ലോക്കിനോട് നല്ല രീതിയിൽ തന്നെ വഴക്കിടുന്നു. ഈ സമയമാണ് നമുക്ക് മനസ്സിലാവുന്നത് ബൂണ് ചിരിച്ചിരുന്നത് അവന്റെ ബാക്കിലായിട്ടാണ് ആ കറക്റ്റ് ആ പ്ലെയിൻ ക്രാഷ് ആയിട്ടുള്ളത്. ഈ കാര്യം കണ്ടിട്ട് ബൂണാവട്ടെ വണ്ടറടിച്ചോടെ ഇരിക്കുകയാണ്. കാരണം വെച്ചാല് സ്വപ്നത്തിൽ കണ്ട കാര്യം ഇവിടെ റിയൽ ആവുന്നു. ലോക്കാവട്ടെ ആ വിമാനത്തിനുള്ളിൽ കയറി നോക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ ബൂണ് ആ വിമാനം ഉള്ളിടത്തേക്ക് പിടിച്ചു കയറി പോകുന്നു. ഇതേ സമയം പിന്നെയും ലോക്കിന്റെ ഫ്ലാഷ് ബാക്കിലോട്ട് പോകുന്നു. ഹോസ്പിറ്റലിൽ ലോക്ക് തന്റെ കിഡ്നി അച്ഛന് നൽകാനായി കിടക്കുകയാണ്. ഇതേ സമയം ലോക്കിന്റെ അച്ഛൻ പറയുന്നു ഉടർന്ന് എഴുന്നേറ്റിട്ട് കാണാൻ മോനെ എന്ന് സ്നേഹത്തോടെ ലോക്കിനോട് പറയുന്നു. ഇവിടെ സീൻ കട്ടായി പിന്നെയും ആ ദ്വീപിൽ സോയർ തലവേദന സഹിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. അവന്റെ അടുത്തേക്ക് ലോക്ക് പിന്നെയും വരുന്നു. ഇപ്രാവശ്യം വരുമ്പോൾ കുറെ അധികം കണ്ണാടിയുമായാണ് വരുന്നത്. കാരണം വെച്ചാൽ ഇവനക്ക് ഫിക്സ് ആയിട്ടുള്ള കണ്ണാടി കണ്ടുപിടിക്കാനായാണ്. അങ്ങനെ അവന് പല പല കണ്ണാടികൾ എടുത്തു നോക്കുകയാണ്. സോയർ ചോദിക്കുന്നു എന്തിനാണ് ഈ കണ്ണാടികളൊക്കെ. ജാക്ക് പറയുന്നു നീ അധികം കുറെ ബുക്കുകളൊക്കെ വായിക്കുന്നതല്ലേ, എനിക്ക് ബുക്ക് വായിക്കുന്ന സമയത്തിൽ കൂടുതൽ തലവേദനയാണ് എടുക്കുകയുള്ളൂ. നീ ഗ്ലാസ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ തലവേദന കുറച്ചും കൂടി കുറയും. നിന്റെ രോഗം എക്സാക്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ഹൈപ്പറോപ്പിയ ആണ് എന്ന് പറയുന്നു. സോയർ ആവട്ടെ ഇതൊക്കെ കേട്ട് ഭയന്നിരിക്കുകയാണ്. അങ്ങനെ സോയർ ആവട്ടെ കണ്ണാടിയുടെ ഭംഗി നോക്കി സെലക്ട് ചെയ്യാൻ നോക്കുന്നു. അപ്പോഴാവട്ടെ ജാക്ക് പറയുന്നു ഇത് ഫാഷൻ ഷോ അല്ല എന്ന്. അങ്ങനെ അതിലൊന്ന് സോയറിന് പറ്റിയ ഒരു ഗ്ലാസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഗ്ലാസ് ഇട്ട സോയറിന് അതുവഴി വരുന്ന ഹാർലി ഹാരി പോട്ടറിനെ പോലെയുണ്ട് കാണാൻ എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. ഇതൊക്കെ കേട്ട് കേറ്റ് അവിടെ കിടന്ന് ചിരിക്കുകയാണ്. ഇതേ സമയം ബൂണ് ആ വിമാനത്തിലുള്ളോട്ട് എങ്ങനെയൊക്കെ വലിഞ്ഞു കയറിയിട്ടുണ്ട്. അങ്ങനെ ആ വിമാനം മുഴുവനും തപ്പുകയാണ്. അങ്ങനെ അവനൊരു നൈജീരിയൻ മാപ്പ് ലഭിക്കുന്നു. അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ മേത്തേക്ക് ഒരു ശവം വീഴുന്നു. അവൻ പേടിച്ച് ആ വിമാനത്തിന് മുന്നിലോട്ട് പോയപ്പോഴേക്കും ആ വിമാനം താഴോട്ട് വീഴാനായി കിടക്കുകയാണ്. താഴെ നിന്ന് ലോക്കാവട്ടെ കുറെ ഇൻസ്ട്രക്ഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബട്ട് ബൂണാവട്ടെ ഇതൊന്നും കേൾക്കുന്നത് പോലുമില്ല. അങ്ങനെ ബൂണിന് പുറകിൽ നിന്ന് കുറച്ച് ദൈവങ്ങളുടെ പ്രതിമ കിട്ടുന്നു. അത് നേരെ താഴോട്ട് എറിയുന്നു. ലോക്കിനോട് നല്ല രീതിയിൽ തന്നെ ദേഷ്യപ്പെടുന്നു. താഴോട്ട് വീണതിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് മയക്കുമരുന്ന് പോലെ സാധനം പുറത്തോട്ട് വീഴുന്നു. ലോക്കാവട്ടെ ഇതെല്ലാം കണ്ട് നിരാശയോടെ നിൽക്കുകയാണ്. അപ്പോഴാണ് ബൂൺ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. വിമാനത്തിനുള്ളിൽ ഇപ്പോഴും ആ ഒരു റേഡിയോ പ്രവർത്തിക്കുന്നുണ്ട്. അതെടുത്ത് അവരോട് സഹായം ചോദിക്കാമെന്ന് നോക്കുന്ന സമയത്താണ് വിമാനം ഓവറായി ഇളകി താഴോട്ട് വീഴുന്നത്. ആ റേഡിയോയിൽ വേറെ എന്തൊക്കെയോ പലതോ പറയുന്നുണ്ടായിരുന്നു. വിമാനം താഴോട്ട് വന്ന് പതിച്ച് നോക്കി നിൽക്കാൻ മാത്രമേ ലോക്കിന് കഴിഞ്ഞുള്ളൂ. അങ്ങനെ ലോക്ക് ഒരുവിധം ആ വിമാനത്തിന്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോഴാണ് സ്വപ്നത്തിൽ താൻ കണ്ട അതേപോലെ തന്നെ ബൂണിനെ കാണുന്നത്. ലോക്ക് അവനെ പൊക്കി പിടിച്ചുകൊണ്ട് ഗുഹയിലേക്ക് എത്തുന്നു. ജാക്ക് അപ്പോൾ ചോദിക്കുന്നു സത്യം പറ ലോക്ക് എന്താണ് സംഭവിച്ചത് എന്ന്. അപ്പോൾ ലോക്ക് പറയുന്നു ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല, വേട്ടയാടുന്ന സമയത്ത് പന്നി വന്ന് കുത്തിയതാണ് എന്ന് പറയുന്നു. ജാക്ക് കേറ്റിനോട് പറയുന്നു കുറച്ച് വെള്ളം കൊണ്ടുവരാൻ. ഈ സമയം പിന്നെ ഫ്ലാഷ് ബാക്കിലോട്ട് സർജറി കഴിഞ്ഞ് മയക്കത്തിൽ നിന്ന് എണീക്കുന്ന ലോക്കിനെയാണ് കാണിക്കുന്നത്. ഈ സമയം എടുത്ത് തന്റെ അച്ഛനെ കാണാനില്ല. കാര്യം നഴ്സിനോട് തിരക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. അച്ഛനെ സർജറി കഴിഞ്ഞ പാടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ സമയമാണ് അവന്റെ അമ്മയാണെന്ന് പറയുന്ന സ്ത്രീ അവിടെ വരുന്നത്. എന്നിട്ട് പറയുന്നു തന്റെ അച്ഛനാണെന്ന് പറയുന്ന ആൾ തന്നെ പറ്റിക്കുകയായിരുന്നു എന്ന്. അതായത് ഈ സ്ത്രീയും തന്റെ അച്ഛനാണെന്ന് പറയുന്ന അയാളും ഈ ലോക്കിനെ ചതിക്കുകയായിരുന്നു. അങ്ങനെ വിഷമത്തോടെ കാറിൽ പോവുകയാണ് ലോക്ക്. അങ്ങനെ നേരെ തന്റെ അച്ഛന്റെ വീടിന്റെ മുന്നിലോട്ട് പോകുന്നു. സെക്യൂരിറ്റിക്കാരൻ ഗേറ്റ് തുറക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ക്യാമറയിലൂടെ തന്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞ് കാറിൽ തിരികെ പോകും. അങ്ങനെ കാറിൽ നിന്ന് പുറത്തിറങ്ങി നല്ല രീതിക്ക് തന്നെ ലോക്ക് കരയുകയാണ്. ഇതേ സമയം ദ്വീപില് ലോക്ക് രാത്രി ഹാച്ചിന് മുന്നിൽ പൊട്ടിക്കരയുകയാണ്. ഈ സമയമാണ് ആ ഗ്ലാസിന് ഉള്ളിൽ നിന്ന് നല്ല രീതിക്ക് പ്രകാശം അടിക്കുന്നത്. അത് കാണുന്ന നമുക്കും ലോക്കിനും ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. അങ്ങനെ അതും കാണിച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായിരിക്കും ആ ഹാച്ചിനുള്ളിൽ ഇനി രക്ഷപ്പെടും. ഇതെല്ലാം അറിയണമെങ്കിൽ എപ്പിസോഡ് 20 കാത്തിരിക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോക്കായി കാത്തിരിക്കൂ.